ഹായ് ഹലോ നമസ്കാരം. മോളിവുഡ് ടൈംസ് റിലീസായിട്ടുള്ള ഏറ്റവും പുതിയ പടമാണ് മോളിവുഡ് ടൈംസ്. അഭിനവ് സുന്ദർ വിനായകാണ് ഈ സിനിമയുടെ ഡയറക്ടറായിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റോറിയും അദ്ദേഹമാണ്, ഇതിൻ്റെ എഡിറ്ററും അദ്ദേഹമാണ്. ഫ്രം ദ ഡയറക്ടർ ഓഫ് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്. അപ്പോൾ അറിയാമല്ലോ, ആ ഒരു മൂഡ് തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. മുകുന്ദനുണ്ണി പടമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായവർക്ക് ഈ പടം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. കാരണം അജാതി പരിപാടിയാണ് ഇതിൽ പുള്ളിക്കാരൻ പറയാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നു, ഇത് ഒരു നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് കോഫി. ഇത് എല്ലാവർക്കും ഉള്ളൊരു പടമാണെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും ഞാൻ ഈ സിനിമ സജസ്റ്റ് ചെയ്യില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മോശം പടം എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ കുറച്ച് ഹൈ ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ദാറ്റ്സ് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ടാണ്. ഈ സിനിമയുടെക്ക് വരുമ്പോൾ നെസ്റ്റിനുണ്ട്, ഈ സിനിമയിൽ ജഗദീഷുണ്ട്, ഷറഫുദ്ദീനുണ്ട്, നമ്മുടെ അപ്പുണ്ണിയുണ്ട്. അപ്പുണ്ണി നമ്മുടെ പുഴു സിനിമയിൽ മമ്മൂക്ക തലക്കടിച്ച് കൊല്ലില്ലേ, കുഞ്ഞിന് പേര് കിട്ടി നങ്ങേലി, ഒരു പെട്ട തലയ്ക്ക്. അപ്പോൾ അങ്ങനത്തെ ഉള്ള പേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തലയ്ക്ക് അടിക്കാണ്ടിരിക്കുമോ? അപ്പോൾ ആ പുള്ളിക്കാർ ഈ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നല്ല കിഡിലിനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൽ പ്രൊഡ്യൂസറായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിരുന്നു. ഇപ്പോൾ നസ്ലിൻ്റെ ഒപ്പം സംഗീതമുണ്ട്. പിന്നെ ക്യാമിയോസ് ഒന്ന് രണ്ടെണ്ണമുണ്ട്. ക്യാമിയോ എന്ന് പറഞ്ഞാൽ വലിയ ക്യാമിയോ ഒന്നുമല്ല, പക്ഷേ എങ്കിലും നമുക്ക് കൈയടിക്കാൻ പറ്റുന്ന ക്യാമിയോസാണ്. ഒരെണ്ണം നല്ല കിഡിലിനായിരുന്നു. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് ഷോർട്ട് ഫിലിമൊക്കെ എടുത്ത് വളർന്ന് പരിചയമുള്ള, അല്ലെങ്കിൽ എടുക്കാനായിട്ട് പ്ലാനുള്ള ഒരാൾ. പുള്ളിക്കാരൻ ലോകം അറിയപ്പെടുന്ന, ഇന്ത്യ അറിയപ്പെടുന്ന ഒരു ഹൊറർ ഫിലിം മേക്കർ ആവണമെന്നുള്ളൊരു ഒരിക്കലും നടക്കാനാവാത്ത സ്വപ്നമെന്ന് പലരും പറയുന്നതും, എന്നാൽ നടക്കാൻ സാധ്യതയുള്ളതും നടക്കാത്തതുമായിട്ടുള്ള സ്വപ്നം കാണുന്ന സാധാരണക്കാരായിട്ടുള്ള ഒരു വളരെ ചെറിയ കുട്ടി, വളരെ ആ ഒരു ചെറുപ്രായത്തിൽ ആ ഒരു സ്വപ്നം അദ്ദേഹം സാക്ഷാത്കരിക്കുകയാണ്. അത് അദ്ദേഹം ഒരു അവസാനം ഹോളിവുഡ് പടം എടുക്കും. പിന്നെ അതിനുള്ളിൽ വേറെ കുറച്ച് പൊളിറ്റിക്സ് ഉണ്ട്, ബ്ലാക്ക് ഹ്യൂമറുണ്ട്, അതെല്ലാം കൂടിയിട്ട് ഉള്ളൊരു പടമാണിത്. ഈ ഷറഫുവിൻ്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഇത് തീർത്തും ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. കാരണം ഷറഫുവിലൂടെയാണ് ആദ്യം ഈ സിനിമ പറഞ്ഞ് വരുന്നത്. ഷറഫുവിനും നെസ്ലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നെസ്ലിനാണ് കുറച്ചുകൂടി ഈ സ്ക്രീൻ സ്പേസ് ഉള്ളത്. ഒരു നല്ലൊരു ആക്ടറിലേക്ക് പുള്ളിക്കാരൻ വന്നു കേട്ടോ. കാരണം അത് അപ്കമിങ് ആണ്, വരും. അതിലേക്കുള്ളൊരു ചുവടുവെപ്പാണത്. ഒരു സാഡിസ്റ്റ് എന്നുള്ളൊരു പരിപാടിയാണ് നമ്മുടെ മുകുന്ദനുണ്ണി അസോസിയേറ്റ് നമ്മൾ കണ്ടിട്ടുള്ളത്. സാഡിസ്റ്റ്, അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള സെൽഫായിട്ടുള്ള ഒരാൾ, ഒരുപാട് ഇമോഷൻസിൻ്റെ വെയിന് കട്ട് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ, അങ്ങനായിരുന്നു മുകുന്ദനുണ്ണി. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ കർമ്മയിലൊക്കെ വിശ്വസിക്കുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷേ പുള്ളിക്കാരൻ അതിനായിട്ടുള്ള എയിം മാത്രമുണ്ട്. അതിനുവേണ്ടി ഒരുപാട് പ്രൈമായിട്ടുള്ള പല കാര്യങ്ങളെ ചോദ്യം ചെയ്യുകയും പ്രൈമായിട്ടുള്ള പല കാര്യങ്ങളെ എതിർക്കുകയും ചെയ്തൊരു ഒരു ക്യാരക്ടറാണ് ഇതിലുള്ളത്. കുറച്ച് റഫാണ് ക്യാരക്ടർ. അത്യാവശ്യം ലയർ അഭിനയിക്കാനുണ്ട്. ആ അഭിനയിക്കാനുള്ള ആ ഒരു ലയറുകളെ വളരെ ആ ഒരു മീറ്ററിൽ നെസ്ലിൻ പിടിച്ചിട്ടുണ്ട്. അത് അടിപൊളിയായിരുന്നു. പുള്ളിക്കാരനത് ചലഞ്ചിങ്ങാണ്. അത് ശരിക്കും ചലഞ്ചിങ്. കാരണം നെസ്ലിൻ ഇങ്ങനത്തെ ക്യാരക്ടർ അതിന് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ചലഞ്ചിങ് ആയിരുന്നത് അടിപൊളിയായിട്ട് തന്നെ നെസ്ലിൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ജഗദീഷിൻ്റെ ക്യാരക്ടർ നല്ല കിഡിലിനായിരുന്നു. അങ്ങനെ പോകുന്നൊരു സ്റ്റോറിയാണ്. ഇതിൽ സിനിമയ്ക്കുള്ളിലെ പൊളിറ്റിക്സ് കുറച്ച് ഒരുപാട്, അത് സിനിമയ്ക്കുള്ളിലെന്ന് പറയാനായിട്ട് എനിക്ക് അറിയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയും, സിനിമയ്ക്കുള്ളിൽ നടക്കുന്നത് നമുക്കറിയില്ല. ജീവിതത്തിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഈ സിനിമയിൽ കാണാൻ സാധിച്ചു. പ്രത്യേകിച്ച് ഈ സിനിമയിൽ പറയുമ്പോൾ ഈ പ്രൊഡ്യൂസർമാർ അവർ തമ്മിലുള്ള ഈഗോസ്റ്റിക് കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ഡയറക്ടറുടെ കഴിവ് ഡയറക്ടർ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം സക്സസ്ഫുൾ ആവാനായിട്ട് ചിലപ്പോൾ സാധിക്കില്ല. എത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള ഡയറക്ടേഴ്സും പലപ്പോഴും വീണ് പോകുന്നുണ്ട്. അതിനപ്പുറത്തുള്ള സംഘടനയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ വളരെ ആക്ഷേപഹാസ്യത്തോടെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ആക്ഷേപഹാസ്യ സിനിമകൾ മലയാള സിനിമയിൽ വിജയിക്കുക എന്ന് പറയുന്നത് വളരെ കുറവാണ്. പണ്ട് കാലത്ത് ശ്രീനിവാസൻ സാറിൻ്റെയൊക്കെ പടം ഉണ്ടായിരുന്നു, അപ്പോഴൊക്കെ നല്ല കിഡിലായിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ പലപ്പോഴും പരാജയപ്പെടും. പല ആളുകൾക്ക് ഇത് കണക്റ്റ് ആവുന്നില്ല. കാരണം ഈ സത്യമാണ്, നുണയാണ്, അതിൽ ഈഗോ ഉണ്ട്, അതിൽ അസൂയുണ്ട്, അതിൽ കുശുമ്പുണ്ട്, അതിൽ റിയാലിറ്റി ഉണ്ട്. ഇതെല്ലാത്തിനെയും ഭയങ്കര മിക്സ് ചെയ്തുകൊണ്ടാണ് സിനിമയുടെ മുന്നോട്ടുള്ള പോക്കെന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാഫൊക്കെ നല്ല കിഡിലിനായിട്ട് തന്നെ ഈ പടത്തിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഹ്യൂമറിന് കുറച്ച് കുറവുണ്ടെന്ന് തോന്നി. ഹ്യൂമർ കുറച്ചുകൂടി ആഡ് ചെയ്യായിരുന്നു. മുകുന്ദനുള്ളിൽ കുറച്ചുകൂടി ഹ്യൂമറുണ്ട്. അത് മൈൻ വോയിസിലാണ് വിനീത് ശ്രീനിവാസൻ പറയുന്നത്, ഇത് പറയുന്നത് നസ്ലിൻ്റെ വോയിസിലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ടൈപ്പ് ഒരു ഭയങ്കര അങ്ങനത്തെ ഒരു സിനിമയാണ്. പിന്നെ ക്ലൈമാക്സിലൊക്കെ നമുക്ക് നല്ല കിഡിലിനായിട്ട് പെർഫോമൻസും കുറച്ചുകൂടി വരുന്നുണ്ട്. ഇതിൽ നമ്മുടെ റോഷൻ എന്ന് പറഞ്ഞ പയ്യൻ നമ്മളെ കണ്ടിട്ടില്ല, ആ പേസ്റ്റിലേക്കുള്ള പയ്യൻ, പുള്ളിക്കാരൻ നല്ല കട്ടാക്കി നെസ്റ്റിൻ്റെ ഒപ്പം നിന്നിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ എല്ലാ ആളുകളും അതുപോലെ തന്നെ നമ്മളെ ജഗദീഷ് ചേട്ടനെ ഞാൻ പറഞ്ഞു, ജഗദീഷ് ചേട്ടനുണ്ട്. രണ്ട് ഫീമെയിൽ ക്യാരക്ടർ ഉണ്ട്, അവരുടെ പേര് എനിക്കറിയില്ല. ടോട്ടലി പടം ഭയങ്കര രസമാണ്. നമുക്കിതിൽ ഇന്നായി കഴിഞ്ഞാൽ നമുക്ക് ഈ പടം ഭയങ്കര എൻഗേജിങ് ആയിരിക്കും. ഇന്നാവാനായിട്ട് ആദ്യത്തെ ഒരു 10 മിനിറ്റ് എടുക്കുന്നു മാത്രം, പക്ഷേ അത് ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് സിനിമയെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ, അതായത് ഞാൻ പറയുന്നത് സിനിമയ്ക്കുള്ളിൽ ജോലി ചെയ്യുന്ന ആളുകളോ, സിനിമയിൽ അങ്ങനെയല്ല പറയുന്നത്, സിനിമ ഒരുപാട് കാണുന്ന ആളുകൾക്ക് ഈ സിനിമ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവും. കണക്റ്റ് ആവും എന്നല്ല പറയുന്നത്, ഇൻട്രസ്റ്റിംഗ് ആവും. ഇത് കാണാനായിട്ടുള്ളൊരു താല്പര്യം അവർക്ക് കുറച്ചുകൂടി കൂടും. അപ്പോൾ അവർക്ക് ഞാനൊരു ഒരുപാട് സജസ്റ്റ് ചെയ്യുന്നു. ഇപ്പോഴും സിനിമ കാണുന്ന ആളുകൾക്ക് ഈ സിനിമ കണക്റ്റ് ആവും, നന്നായി കണക്റ്റ് ആവും. പക്ഷേ ഇപ്പോഴും പറയുന്നത് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് കോഫി. പക്ഷേ ഇതിൻ്റെ മേക്കിംഗ് എല്ലാം നല്ല കിഡിലായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു DTS നമ്മൾ തിയേറ്ററിൽ പോയി DTSിലൊക്കെ നമ്മൾ സിനിമ കണ്ട പടത്തിനൊക്കെ ഇതിൽ പറയുന്നുണ്ട്.
ഞാൻ കണ്ട പടം വെള്ളി നക്ഷത്രമാണ്, ഷൊർണൂർ സുമാ തിയേറ്ററിൽ. അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ നമുക്ക് ഇതിലൊരു സീനുണ്ട്, 3 മിനിറ്റുള്ള സീൻ, സിനിമ കാണുന്ന സീൻ, നെക്സ്റ്റ് ചെറുപ്പകാലമൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര കിടിലനായിരുന്നു. പിന്നെ ഇതിൽ പരസ്പരം കളിയാക്കുന്ന രീതിയിൽ, അതായത് ഇത് ഒരു സിനിമ മോശമാണെന്ന് അവർക്ക് പരസ്പരം പറഞ്ഞിട്ട് നമ്മൾ സരോജ് കുമാറിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുള്ള പല സീനുകളും അതിൻ്റെ പോലെയല്ല, പക്ഷേ എങ്കിലും കുറച്ചുകൂടി ആക്ഷേപഹാസ്യത്തോടെ ഈ സിനിമയിൽ പറയുന്നുണ്ട്. ഉദയനാട് താരത്തിൽ നമ്മൾ കണ്ടല്ലോ, അങ്ങനെ ആ ഒരു ഇമോഷൻസ് പരിപാടി ഇതിൽ കുറച്ച് ആഡ് ചെയ്തുകൊണ്ട് അതും ഒരു ഹാസ്യ രൂപത്തിൽ ചെയ്യുന്നുണ്ട്. പിന്നെ പല ആളുകൾക്കും, ഒരുപാട് ആളുകൾക്ക് ഈ സിനിമ എഴുതാനായിട്ട് ആഗ്രഹമുള്ള ആളുകളുണ്ടാവും. അവർ എഴുതി വരുന്ന ഒരു സിനിമ, ചിലപ്പോൾ അവർ എഴുതി സെറ്റാക്കി വെച്ചിട്ടുള്ളൊരു സിനിമ അവർ നാളെ അത് ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു ഞെട്ടൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ലെയറുകളിലൂടെ പോകുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ നെസ്റ്റിൻ്റെ ക്യാരക്ടർ. അതിലൂടെയാണ് സിനിമയും പോകുന്നത്. ടോട്ടലി എനിക്ക് ഈ സിനിമ സാറ്റിസ്ഫാക്ഷനാണ് തന്നിട്ടുള്ളത്. പക്ഷേ അഗെയിൻ ഐ എം സെയിങ് ഇറ്റ്സ് നോട്ട് എവരി വൺ കപ്പ് ഓഫ് ടീ. യു ക്യാൻ ട്രൈ ആൻഡ് വാച്ച് ഇഫ് യു ലൈക്ക് ടു ദിസ് ടൈപ്പ് ഓഫ് 60+ മൂവിയാണ്. പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് ഒരു ആക്ഷേപഹാസ്യവും ഇല്ലെങ്കിൽ കണക്റ്റിംഗ് ആവുന്ന സിനിമകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെങ്കിൽ, അത് അവർക്ക് കണക്ട് ചെയ്യാൻ പ്ലാനുള്ള സിനിമകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെങ്കിൽ യു ക്യാൻ ട്രൈ ആൻഡ് വാച്ച്. താങ്ക് യു.